അല്ലെങ്കിലും രാജീവിന്റെ ഓഹരിയൊക്കെ നെല്ലിശ്ശേരിയുടെ ചവറുകൂനയിൽ എപ്പോഴേ എരിഞ്ഞു തീർന്നു. ഇപ്പൊ ഈ യൂണിഫോം ഇട്ട് ജോലിയിൽ തിരിച്ചു കയറിയെന്ന് കരുതി വീണ്ടും ആ കണക്ക് പുസ്തകം തുറക്കാന്ന് വിചാരിക്കണ്ട. അവന്തികാമയുടെ ഇപ്പോഴും പഴയ അവന്തികാമയുടെ തന്നെ, ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഞാൻ കുറച്ചൊന്നും മാറി. തീർക്കാനുള്ള കണക്കുകളൊക്കെ കൃത്യമായി തീർത്ത് വാങ്ങാനുള്ള ഓഹരികളൊക്കെ കൃത്യമായിട്ട് വാങ്ങാൻ തന്നെയാണ് എന്റെ തീരുമാനം. സച്ചി അർച്ചനയും നിന്റെ ഈ നെല്ലിശ്ശേരി തറവാടിന്റെ ഇരുണ്ട ചിത്രമൊക്കെ ഈ യൂണിഫോമിന്റെ ഉള്ളിൽ എന്റെ തലയ്ക്കകത്ത് നല്ല ബോധ്യമുണ്ട്. ഒരു വട്ടം കൂടി ആ ഫയലുകളൊന്ന് പൊടിതട്ടി എടുത്താലോ എന്ന് ഞാനൊന്ന് ആലോചിക്കുക. രാജീവേ, ഇവിടെ വന്നത് ഈ യൂണിഫോമിന്റെ പവർ കാണിക്കാനാണെങ്കിൽ അതങ്ങ് സ്റ്റേഷനിൽ ചെന്ന് കാണിച്ചാ മതി. എന്നോട് വേണ്ട. അവന്തിക മാഡം, ഇതൊരു ചീട്ടുകൊട്ടാരമാണ്. നല്ലതുപോലൊരു കാറ്റ് വീശിയ തകർന്നങ്ങ് വീഴും. മേഡത്തിന്റെ കമ്പനിയുടെ ഓഡിറ്റിങ് ഞാനൊന്ന് തുടങ്ങാൻ പോവുക. നെല്ലിശ്ശേരിയുടെ അസ്ഥിവാരം തോണ്ടിയത് മുതൽ അമ്മാവന്റെ അസ്ഥികൂടം കണ്ടെടുത്ത പാറമട വരെ. ഒരിക്കലത് മാന്തി നോക്കാൻ ശ്രമിച്ചതല്ലേ രാജീവേ? എന്നിട്ട് കിട്ടിയതെന്താന്ന് സാറിന് ഓർമ്മയുണ്ടല്ലോ. അന്ന് കിട്ടാത്തതൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല. എന്റെ അസ്ഥിവാരം തോണ്ടാനുള്ള ഒരു ഓഡിറ്റിങ്ങും ഇവിടെ ചെലവാവില്ല. കണക്കുകൾ മാച്ചുള്ള എളുപ്പമാണ് മാഡം, പക്ഷെ ചരിത്രം അത് മായ്ക്കാൻ പാടാ. ഒരറ്റത്തുനിന്ന് കുഴിക്കാൻ തുടങ്ങിയ അവന്തിക അസോസിയേറ്റിന്റെ അസ്ഥിവാരം വരെ ഞാൻ കുഴിച്ച് മാന്തിങ്ങെടുക്കും. ഇവിടെ നിന്ന് മാഡത്തിനെ കൊണ്ടുപോകുന്നതേ സർക്കാർ വാഹനത്തിലായിരിക്കും. ആ സമയത്ത് സുന്ദരമായ മേഡത്തിന്റെ ഈ കൈകളിലെ ഒരു കൈവിലങ്ങുണ്ടാവും. അത് പറഞ്ഞിട്ട് പോവാനാ ഞാൻ വന്നു. കാക്കി എപ്പോഴും കാക്കി തന്നെയാണ് മാഡം, സൂക്ഷിച്ചോ.